അസൗകര്യങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടുകയാണ് കൊട്ടാരക്കര ഫയർ സ്റ്റേഷൻ. ഒപ്പം ഇവിടുത്തെ ജീവനക്കാരും. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റിയുടെ ശ്രമഫലമായാണ് കൊട്ടാരക്കരയിൽ 2010 ഫയർ സ്റ്റേഷൻ അനുവദിച്ചത്. ഒരു ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തിന് ശേഷം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്ന് MLAയും ത്രിതല പഞ്ചായത്തുകളും ഉറപ്പു നൽകിയിരുന്നു. 2 വർഷം പിന്നിട്ടിട്ടും ഉറപ്പ് പാലിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് കേരളപ്പിറവി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുലമൺ മാർക്കറ്റിലാണ് ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അന്ന് പച്ചക്കറികൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച കെട്ടിടത്തിലാണ് ജീവനക്കാർ തങ്ങുന്നത്. പഞ്ചായത്ത് 4 മുറികളുള്ള ഒരു ഷെഡും MLA ഫയർഫോഴ്സ് വാഹനങ്ങൾക്കായി ഒരു ഷെഡും മാത്രം നിർമ്മിച്ചു നൽകി. ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുകയായിരുന്നു. സർക്കാരിൽ നിന്ന് ലഭിച്ചത് 2 ഫയർ എഞ്ചിനുകളും ഒരു ആംബുലൻസും അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പൈപ്പുകളും മാത്രമാണ്. അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നിടത്ത് പ്രയോഗിക്കാനുള്ള കട്ടറുകളും മറ്റും എത്തിയത് 1 വർഷത്തിനു ശേഷം. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരുപറ്റം ജീവനക്കാർ ഇവിടെയുണ്ട്. ഇവരുടെ സേവനങ്ങൾ അത് തെളിയിക്കുന്നു. അടുത്തിടെ കൊട്ടാരക്കരയിലുണ്ടായ തീപിടുത്തം ഏറ്റവും അപകടകരമായിരുന്നു. തീപിടുത്തമുണ്ടായ പയനീർ ബിൽഡിങ്ങിന് ഇരുവശവും പെട്രോൾ പമ്പുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതയും. അപകട സന്ദേശം ലഭിച്ച നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിയ കൊട്ടാരക്കര ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. പിന്നീടാണ് പുനലൂർ, കുണ്ടറ എന്നീ സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റ് എത്തിയത്. നിലമേൽ തീപിടുത്തത്തിലും ഇവർ രണ്ടാമതെത്തി. എങ്കിലും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഫയർ സ്റ്റേഷനിൽ നിന്നും ദേശീയപാതയിലേക്ക് എത്താൻ നല്ല ഒരു വഴിയില്ല. ഉള്ള വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ഉടമസ്ഥർ പോയാൽ വഴി ഏതാണ്ട് അടയും. ഇവിടത്തെ പാർക്കിംഗ് നിയന്ത്രിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. തീ അണയ്ക്കുന്നതിനോ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനോ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനോ ഉള്ള ആധുനിക സംവിധാനങ്ങളില്ല. ആകെയുള്ളത് കാലപ്പഴക്കം ചെന്ന 2 ഫയർ എഞ്ചിനുകൾ മാത്രമാണ്. അതിലൊരെണ്ണം ഓടാതായിട്ട് മാസങ്ങളാകുന്നു. 4500 ലിറ്റർ സംഭരണശേഷിയാണ് ഒരു വാഹനത്തിനുള്ളത്. ഇതിൽ 3 മുതൽ 5 മിനിറ്റ് വരെ തീ അണയ്ക്കുന്നതിനുള്ള വെള്ളം മാത്രമേ ഉണ്ടാകൂ. വെള്ളം തീർന്നാൽ വീണ്ടും വെള്ളം നിറച്ചുവെന്ന് തീ അണയ്ക്കേണ്ട അവസ്ഥയാണ്. 15000 ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു വാഹനമാണ് ഇവിടെ വേണ്ടത്. റിക്കവറി വാഹനമോ എമർജൻസി ലാഡറോ ഇല്ല. എന്നിട്ടും ഇവിടുത്തെ 20 അംഗ സംഘം സദാ ജാഗരൂകരാണ്. ഇനിയുള്ളതാണ് പ്രധാന പ്രശ്നം. അത്യാഹിതങ്ങൾ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ അതാത് സമയങ്ങളിൽ അറിയിക്കാൻ മാർഗമില്ല. കൊട്ടാരക്കരയിൽ നിന്ന് 101 എന്ന നമ്പറിൽ വിളിച്ചാൽ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ ലഭിക്കില്ല. BSNL ഉൾപ്പെടെ ഓരോ സിം കാർഡിൻ്റെയും സംവിധാനമനുസരിച്ച് മറ്റു പല സ്റ്റേഷനുകളിലാണ് ലഭിക്കുന്നത്. അവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്ക് സന്ദേശം എത്തുമ്പോഴേക്കും സമയം വൈകിയിരിക്കും. ഇത് ജീവനക്കാർക്ക് വളരെയധികം വൈഷമ്യം ഉണ്ടാക്കുന്നുണ്ട്. അടിയന്തര സന്ദേശം ലഭിക്കാനുള്ള മാർഗമാണ് അസൗകര്യങ്ങൾക്ക് നടുവിലും ഇവർ ആവശ്യപ്പെടുന്നത്. 3 ഡ്രൈവർമാരും 12 ഫയർമാൻമാരും 2 ലീഡിംഗ് ഫയർമാൻമാരും മറ്റു 3 പേരുമാണ് ഇവിടെയുള്ളത്. ഡ്രൈവർ തന്നെ പമ്പ് ഓപ്പറേറ്റിംഗും നടത്തേണ്ട സ്ഥിതിയാണ്. യൂണിറ്റിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ 101 വിളിച്ചാൽ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ തന്നെ സന്ദേശം ലഭിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയാണ് യൂണിറ്റ് 1 അംഗം കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.